ഹായ് ഡിയേഴ്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. എല്ലാവർക്കും പുതിയ വീഡിയോയിലോട്ട് സ്വാഗതം. അപ്പോൾ ഇന്ന് ചെയ്യുന്നത് നല്ല ഭംഗിയുള്ളൊരു നെക്ലസ് ആണ്. അതിന് മുന്നായിട്ട് ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൻ കൂടി ഒന്ന് പ്രസ് ചെയ്യാം. അപ്പോൾ നമുക്കിനി മെറ്റീരിയൽസ് നോക്കാം. മെയിനായിട്ട് 4mm സൈസ് വരുന്ന വൈറ്റ് കളർ ബീഡ്സ് ആണ് എടുത്തിരിക്കുന്നത്. പിന്നെ ഗിയർ ലോക്ക് 2 എണ്ണം, ബാക്കിലിടാനുള്ള ഹുക്കും കണ്ണികളും, പിന്നെ ചെറിയ വൈറ്റ് കളർ ബീഡ്, ഐപ്പിന്, ഗോൾഡൻ കളർ ബീഡ്സ്, ലോറിയൽസ്, കട്ടർ, പ്ലെയർ, പിന്നെ മാല കൊറുക്കാനായിട്ട് ഗിയർ വയർ. അപ്പോൾ നമുക്കിനി എങ്ങനെ ചെയ്യേണ്ടത് നോക്കാം. അപ്പോൾ ആദ്യം തന്നെ ഐപ്പിനെ എടുക്കാം. അതിലോട്ട് 2mm സൈസ് വരുന്ന വൈറ്റ് കളർ മുത്തും അതിനുശേഷം ഒരു ഗോൾഡൻ കളർ മുത്തും കോർക്കാം. ഈ 2 മുത്തും കോർത്ത് കഴിഞ്ഞാൽ ഈ താഴെ കാണുന്ന ലൂപ്പ് പോലെ തന്നെ മുകളിലൊരു ലൂപ്പ് ഉണ്ടാക്കണം. അപ്പോൾ അതിനായിട്ട് ലൂപ്പ് ഉണ്ടാക്കുന്ന അത്രയും ലെങ്ത്ത് അവിടെ നിർത്തിയിട്ട് ബാക്കിയുള്ളത് നമുക്ക് കട്ടർ യൂസ് ചെയ്ത് കട്ട് ചെയ്ത് മാറ്റാം. കട്ട് ചെയ്ത ശേഷം പ്ലെയർ യൂസ് ചെയ്തിട്ട് നമുക്ക് നല്ല ഭംഗിയുള്ളൊരു ലൂപ്പ് ഉണ്ടാക്കാം. ലൂപ്പ് ഉണ്ടാക്കാനായിട്ട് ഫസ്റ്റ് തന്നെ ഇതൊന്ന് സൈഡിലോട്ട് ബെൻഡ് ചെയ്യുക. ബെൻഡ് ചെയ്ത ശേഷം ബാക്കിലോട്ട് പതുക്കെ തിരിച്ച് നല്ല ഭംഗിയിലൊരു റൗണ്ട് ഷേപ്പിൽ ഉണ്ടാക്കിയെടുക്കാം. അതിനുശേഷം നമ്മൾ ചെയ്യേണ്ടത് ഈ വൈറ്റ് കളർ മുത്ത് കോർത്ത ഭാഗത്തുള്ള ലൂപ്പ് ഉണ്ടല്ലോ, അത് ജസ്റ്റ് ഒന്ന് സൈഡിലോട്ട് അകത്തിയ ശേഷം ഈ എടുത്ത് വെച്ചിരിക്കുന്ന ലോറിയൽസ് അതിലോട്ട് കോർക്കാം. 3 ലോറിയൽസാണ് ഞാൻ ഒന്നിൽ കോർക്കുന്നത്. കുറച്ചുകൂടി കട്ടി വേണമെന്നുണ്ടെങ്കിൽ 3ൽ കൂടുതൽ ലോറിയൽസും നിങ്ങൾക്ക് കോർക്കാം. അപ്പോൾ കോർത്ത ശേഷം ഈ ലൂപ്പ് ക്ലോസ് ചെയ്യാം. അപ്പോൾ ലോറിയൽസ് ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്നുള്ള വീഡിയോ ഞാൻ നേരത്തെ ചെയ്തിട്ടുണ്ട്. അല്ലാതെ നമുക്ക് ഈ ലോറിയൽസ് റെഡിമെയ്ഡായിട്ട് വാങ്ങിക്കാനും കിട്ടും. അപ്പോൾ ഇതുപോലെ കുറച്ചെണ്ണം നമുക്ക് ഉണ്ടാക്കിയെടുക്കണം. അപ്പോൾ അതിനുശേഷം നമുക്ക് ബീഡിങ് സ്റ്റാർട്ട് ചെയ്യാം. അതായത് ഗിയർ വയർ എടുക്കുക. ഗിയർ വയറിലോട്ട് ഗിയർ ലോക്ക് കോർത്തിട്ട് അതിനുശേഷം നമ്മൾ ഹുക്കാണ് അല്ലെങ്കിൽ ഈ കണ്ണികൾ കോർക്കാം. ഏതെങ്കിലും ഒന്ന് ഒരു ഭാഗത്ത് കോർത്ത ശേഷം ഈ ഗിയർ വയർ എടുത്ത് ഗിയർ ലോക്കിൻ്റെ ഉള്ളിലൂടെ തിരിച്ച് കോർക്കാം. അതിനുള്ളിലൂടെ കടത്തിയ ശേഷം നന്നായി വലിച്ച് ടൈറ്റ് ചെയ്യാം. എന്നിട്ട് പ്ലെയർ യൂസ് ചെയ്തിട്ട് ഗിയർ ലോക്കിൻ്റെ മേലെ ഒന്ന് പ്രസ് ചെയ്യാം. പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ അതങ്ങനെ അമർന്നിരുന്നോളും. പിന്നെ ലോക്കായി അത് അഴിഞ്ഞു വരില്ല. ഇനി ബീഡിങ് സ്റ്റാർട്ട് ചെയ്യാം. ബീഡിങ് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ 4mm സൈസുള്ള വൈറ്റ് കളർ മുത്താണ് നമ്മൾ ആദ്യം കോർത്ത് തുടങ്ങുന്നത്. ഇത് 25 മുത്താണ് ഞാൻ ആദ്യം ഒരു ഭാഗത്ത് കോർക്കുന്നത്. അത് ബാക്ക് സൈഡിലോട്ട് വരുന്ന ഭാഗത്ത് നമ്മൾ മാലയുടെ സ്റ്റാർട്ടിങ് 25 മുത്താണ് കോർക്കുന്നത്. അപ്പോൾ ഇത് കുറച്ച് ഇറക്കമുള്ള ടൈപ്പ് മാലയാണ്. അപ്പോൾ നെക്കിനോട് ചേർന്ന് കിടക്കുന്ന പോലെ നെക്ലസ് ആണ് ആവശ്യമെങ്കിൽ ഇത്രയും മുത്ത് കോർക്കേണ്ട ആവശ്യമില്ല. 10-15 മുത്ത് 2 ഭാഗത്തായിട്ട് കോർത്താൽ മതി. അല്ല ഇനി ലെങ്ത്ത് കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ കൂടെ തന്നെ കുറച്ചുകൂടി മുത്ത് കൂടുതൽ നിങ്ങൾക്ക് കോർക്കാം. അപ്പോൾ ഇവിടെ ഞാൻ 25 മുത്താണ് കോർക്കുന്നത്. അപ്പോൾ നമുക്ക് ആവശ്യത്തിനനുസരിച്ചിട്ട് മുത്തുകൾ കോർത്ത് കഴിഞ്ഞാൽ നമ്മൾ ആദ്യം കോർത്ത് വെച്ചിരിക്കുന്ന ഐപ്പിനിൽ കോർത്ത് വെച്ചിരിക്കുന്ന മുത്തുകൾ എടുക്കാം. 21 എണ്ണമാണ് ഞാൻ ഈ മാലയിൽ കോർക്കാൻ റെഡിയാക്കി വെച്ചിരിക്കുന്നത്. അതുപോലെ തന്നെ പിന്നെ നമുക്ക് ആവശ്യമുള്ളത് ചക്കിരിയാണ്. മെറ്റീരിയൽസ് കാണിക്കുന്ന സമയത്തും ചക്കിരി കാണിക്കാൻ ഞാൻ വിട്ടുപോയതാണ്. അപ്പോൾ നമുക്കിനി നെക്സ്റ്റ് ഒരു ചക്കിരി കോർക്കാം. ചക്കിരി കോർത്ത ശേഷം നമ്മൾ ഈ ഐപ്പിനിൽ കോർത്ത് വെച്ചിരിക്കുന്ന മുത്തുണ്ടല്ലോ അതൊരെണ്ണം കോർക്കാം. വീണ്ടും ഒരു ചക്കിരി കോർക്കാം. ചക്കിരി കോർത്ത ശേഷം നമുക്ക് ഈ 4mm സൈസ് വരുന്ന വൈറ്റ് കളർ മുത്ത് നമ്മൾ ഇത്ര നേരം കോർത്ത ആ മുത്ത് ഒരെണ്ണം കോർക്കാം. ഇതുപോലെയാണ് നമ്മൾ ഈ മാല മുഴുവൻ ബാക്കിയെല്ലാം കോർത്തെടുക്കുന്നത്. അപ്പോൾ ഇത് മുത്ത് കോർത്ത് ഞാൻ വീണ്ടും ഒരു ചക്കിരി കോർക്കാം. അത് കഴിഞ്ഞാൽ ഈ ഐപ്പിനിൽ കോർത്ത് വെച്ചിരിക്കുന്ന മുത്ത് കോർക്കാം. വീണ്ടും ഒരു ചക്കിരി കോർക്കുക, വീണ്ടും ഒരു മുത്ത് കോർക്കാം. അപ്പോൾ ഈ ഓർഡറിൽ നമുക്ക് ബാക്കിയെല്ലാം കോർത്തെടുക്കാം. അപ്പോൾ ഇവിടെ എടുത്ത് വെച്ചിരിക്കുന്ന 21 പീസും നമ്മൾ ഇതുപോലെ ഓരോ മുത്തുകളുടെ ഇടയിൽ കോർത്തു. ഫുള്ളും കോർത്ത് കഴിഞ്ഞു. ഇനി ആദ്യം കോർത്ത പോലെ തന്നെ 25 മുത്ത് നമ്മൾ മറ്റേ ഭാഗത്തു കൂടി സെയിം കോർക്കാം. ഇപ്പം നമ്മൾ 2 ഭാഗത്തും ഒരുപോലെ മുത്തുകൾ മുഴുവൻ കോർത്ത് കഴിഞ്ഞു. ഇവിടെ മാല റെഡി ആയിട്ടുണ്ട്. നമുക്കിനി കൊക്കി കൂടി അതിൽ കോർക്കണം. അതിനായിട്ട് ഗിയർ ലോക്ക് കോർക്കാം. അതിനുശേഷം കൊക്കി ഗിയർ വയറിലോട്ട് കോർക്കാം. ഇനി ഗിയർ വയറും തിരിച്ച് ഗിയർ ലോക്കിൻ്റെ ഉള്ളിലൂടെ വലിച്ചെടുത്തിട്ട് ടൈറ്റ് ചെയ്യാം. നമ്മൾ എപ്പോഴും ഈ ഹുക്ക് കോർക്കുന്ന പോലെ തന്നെ സെയിം പ്രൊസീജിയർ തന്നെയാണ്. ഗിയർ ലോക്ക് യൂസ് ചെയ്തിട്ട് ചെയ്യുകയാണെങ്കിൽ ഇങ്ങനെ ചെയ്യാം. അല്ല ഗിയർ ലോക്ക് ഇല്ലാന്നുണ്ടെങ്കിൽ കെട്ടിട്ടിട്ട് അവസാനിപ്പിക്കുകയും ചെയ്യാം. അപ്പോൾ ഇത് ചെയ്ത ശേഷം നമുക്ക് ഗിയർ ലോക്കിൻ്റെ മേലെ പ്ലെയർ യൂസ് ചെയ്തിട്ട് ഒന്ന് പ്രസ് ചെയ്ത് ടൈറ്റ് ചെയ്ത് ലോക്കാക്കി വെക്കാം. അപ്പോൾ നമ്മുടെ പ്രൊസീജിയർ എപ്പോഴും ആദ്യം ചെയ്തതും ഇപ്പോൾ ചെയ്യുന്നതൊക്കെ ഒരേപോലെ തന്നെയാണ്. എല്ലാ മാലകളിലും ഞാനിത് കാണിക്കുന്നതാണ്. അതിനുശേഷം നമുക്ക് 2-3 മുത്തിൻ്റെ ഉള്ളിലൂടെ ഈ ഗിയർ വയർ കോർത്തെടുത്ത ശേഷം നമുക്ക് വലിച്ച് അതിൻ്റെ എക്സ്ട്രാ വരുന്ന വയർ കട്ട് ചെയ്ത് മാറ്റാം. അല്ലെങ്കിൽ ഇത് ചേർത്ത് കട്ട് ചെയ്താൽ അത് വെളിയിലോട്ട് നിൽക്കും എന്ന് മാത്രമല്ല നമ്മൾ ഇടുന്ന സമയത്ത് കഴുത്തിൽ കുത്തുകയും ചെയ്യും. അപ്പോൾ നമ്മുടെ മാല ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഈസി ആയിട്ട് എല്ലാവർക്കും ട്രൈ ചെയ്യാൻ പറ്റുന്ന നല്ല ഭംഗിയുള്ളൊരു മാലയാണ്. വീഡിയോയുടെ അവസാനിക്കുകയാണ്. എപ്പോഴും പറയുന്ന പോലെ തന്നെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ്സ് എല്ലാം എഴുതി അറിയിക്കുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്തവരാരെങ്കിലും ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം. അതുവരെ എല്ലാവർക്കും ബൈ. താങ്ക്